അമ്മാവാ അമ്മാവാ ഒന്ന് ഇവിടെ വന്ന് ഇരിക്കേ. എല്ലാം കൈവിട്ട് പോയ അമ്മാവാ. ആദ്യം നീ കാര്യം എന്താന്ന് പറ, എന്നിട്ട് പോയോ പോയില്ലെന്ന് ഞാൻ പറയാം. അയ്യോ, എന്റെ മരുമകൻ അവന്റെ ജോലി പോയത്രേ. മാത്രമല്ല ഇങ്ങോട്ട് വന്ന് കൃഷി ചെയ്യാൻ പോകുന്നത്രേ. കന്നുകാലിയെ വാങ്ങിച്ചെന്ന്. അത് സത്യമാണെങ്കിൽ നിങ്ങളെ മോളിൽ ചാണകം ഉരുട്ടേണ്ടി വരും. അതെ അമ്മാവാ, ഞാൻ പറഞ്ഞത് നിങ്ങളത് കേട്ടില്ല. കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചത്? അച്ഛൻ എവിടെയാ? അദ്ദേഹത്തിന് വേറെ എവിടെ ജോലി കാണും. എന്താ കാര്യം? ഒന്ന് നിക്ക്. എന്താ പറ്റിയ സുഗുണ? ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല. അച്ഛാ, ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. ഫോൺ വെച്ചിട്ട് അവിടെ എവിടെയും പോയിരിക്കും. ഈ കല്യാണത്തില് വധുവിന്റെ വീടും വരന്റെ വീടും ഒക്കെ എന്റെ, പക്ഷെ എനിക്കോ വീടില്ല. ശരി ശരി, മുഹൂർത്തത്തിന് സമയമായി, വേഗം ആവട്ടെ. ഒന്ന് ചിരിക്കടി. ഈശ്വരൻ രണ്ടുപേർക്കും ആരോഗ്യവും ദീർഘായുസും തന്ന് അനുഗ്രഹിക്കട്ടെ. എന്താ അമ്മാവ മിണ്ടാതിരിക്കുന്നത്? ഒരു വാക്ക് പറയൂ. ഇപ്പൊ തന്നെ ഞാൻ പോയി ഈ കല്യാണം അടിച്ചു പൊളിച്ച് ഇല്ലാതാക്കാം. അല്ല, ജോലി പോയെന്നുള്ള സത്യം പറയാതാണോ കല്യാണം കഴിക്കുന്നത്? ഇത് നിങ്ങളുടെ അനിയത്തിയുടെ ബുദ്ധിയാ. 1 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോ കല്യാണം നിർത്തിയ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി എന്റെ മോളുടെ കഴുത്തിൽ അവനെ കൊണ്ട് താലി കെട്ടിക്കും. അവന്റെ ജോലി പോയ കാര്യം എന്നോട് പറയാണ്ട് എന്നെ പറ്റിച്ച് എങ്ങനെ ഈ കല്യാണം നടത്തണമെന്ന് നോക്കിയോ? അതുപോലെ ഞാനും അവരോട് ഒന്നും പറയാണ്ട് എങ്ങനെ ഈ കല്യാണം നിർത്താൻ പോണേന്ന് നിങ്ങൾ നോക്കിക്കോ. അവരോരോരുത്തരെയും ഉണ്ടയില്ലാണ്ട് ഇവിടുന്ന് വിടുള്ളൂ, ഉണ്ടയില്ലാണ്ട്. ഹലോ ചേട്ടാ, DJ സ്റ്റാർട്ടായി, ഒന്ന് വേഗം വായോ. ഒന്ന് നിർത്തുന്നേ. ആരാ നിങ്ങള്? ആരും ഒച്ച ഉണ്ടാക്കരുത്. എടാ പാട്ടടക്കടാ, അണ്ണം പറയുന്ന പോലെ അടിച്ചോളാം കേട്ടോ. അങ്ങോട്ട് മാറി നിക്കേ. മാറി നിക്കാൻ പറഞ്ഞില്ലേ? പോ പോ പോ, മാറി നിക്കേ. എന്താണോ ഇതൊക്കെ? മുഹൂർത്തത്തിന്റെ സമയത്താണോ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? മുഹൂർത്ത സമയമാ. ഇപ്പൊ എന്തിനാ ഈ ഡാൻസ്? നിർത്താൻ പറ. നിർത്തുന്നേ, നിങ്ങളൊന്ന് പറയേ. എടാ അടിക്കുന്നൊന്നും കേൾക്കുന്നില്ല, എന്നാലും ജോറിനടിക്കേ. എടോ സമയാടോ, ഒന്ന് എന്താ ഇത്? ഇവരാരാണ്? നീ എന്തോന്നും മിണ്ടാത്ത? ആരാ ഇവര്? കണ്ടിട്ട് പോവാം, ഇല്ലല്ലോ. അങ്ങോട്ട് നോക്കേ. ഇവിടെ സമയം പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം മതിയെന്ന് ഒന്ന് നിർത്താൻ പറ. സമയായെന്ന് പറഞ്ഞാൽ എന്താണ് ഇത്? അലമ്പിനൊക്കെ ഒരു മര്യാദയില്ലേ? എന്തുവാണ് കാണിക്കുന്നത്? മുഹൂർത്തത്തിന് സമയമായി. എടാ മര്യാദക്ക് പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്? നീ കളിച്ച പൊടിയേ വരൂ, ഞാൻ കളിച്ച തീ വരൂടാ. കാണു നിനക്ക്. സൈഡിൽ നിൽക്കടാ. നീ മനുഷ്യനാണോ അതോ പോത്താണോ? ഏയ്, എന്തായി കാണിക്കുന്നേ? നീ കളിക്കേ.
നമ്മുടെ നാട്ടുകാരെ കൈവച്ചടാ, അടിച്ചടാ. അയ്യോ. മുഹൂർത്തത്തിന് സമയമായി. ഇവിടെ എന്തോ ഒരു പ്രശ്നം പുതിയതായിട്ട്. നിങ്ങളൊന്ന് പോയി അവരോട് നിർത്താൻ പറയ്. DJ തൊട്ട ഈ നാടിന് തൊട്ട പോലെയാ. എന്താ ഇത്? കല്യാണത്തിന് ഒന്ന് ഞങ്ങളെ നാട്ടുകാരെ മേലെ കൈവെക്കൂടാ. ഇവിടുള്ള ഒറ്റ ഒരാളെ പോലും വിടില്ല. ഇവരെന്താ ഈ ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ കല്യാണം നടക്കുന്നത് കാണണം. ഞങ്ങളുടെ DJ മേലെ കൈവച്ചതിന് ഓരോരുത്തരും ജീവനോട് വിടില്ല. ഇതിന് പകരം ചോദിക്കുന്നവരെ കല്യാണം ഞങ്ങൾ നടത്തില്ലടാ. നിന്റെ നാടാണോ എന്റെ നാടാണോ എന്ന് നേരിട്ട് നോക്കാവടാ. ഒന്ന് നിക്കടാ. എന്താടാ ഈ കാണിക്കുന്നേ? എന്തിനാ അവനെ അടിച്ചേ? അവൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടി കല്യാണം നിർത്തുന്നാ പറയുന്നേ. അവരെ ഞാൻ അടിച്ചു തന്നെ കല്യാണം നിർത്താൻ. കല്യാണം നിർത്താൻ പോണെന്നോ? എന്ത് പിച്ചുമേ നീ പറഞ്ഞേ? എന്ത് തല്ലടാ നിന്നെ തല്ലിക്കണേ? അവർക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ട് വേണം നിന്നെ ഇങ്ങനെ തല്ലാൻ. അവൻ എന്റെ മരുമോനെന്നും പറഞ്ഞ് എന്റെ നാട്ടുകാരനെ ഇങ്ങനെ തല്ലുന്നത് തെറ്റല്ലേ? നോക്കി, നീ ഒരു കാരണം കൊണ്ട് വിട്ടുകൊടുക്കരുത്. ധർമ്മന്റെ അനിയനാണെങ്കിലും ധർമ്മം ധർമ്മം തന്നെയാ. എനിക്ക് വീടാണോ മുഖ്യം നാടാണോ മുഖ്യം എന്ന് വെച്ചാൽ നാട് തന്നെയാ മുഖ്യം. നീ എന്റെ മോളുടെ കല്യാണത്തിന് ഫ്രീ ആയിട്ട് DJ എന്ന് പറഞ്ഞ ആളല്ലേ? നിനക്കൊക്കെ എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ട് വേണം. എന്റെ മരുമോൻ വന്ന് നിന്റെ അടുത്ത് കെഞ്ചി പറഞ്ഞാലും ഈ കല്യാണത്തിന് നീ സമ്മതിക്കരുത്. ഈ കല്യാണം മുടങ്ങി പോയാലും കുഴപ്പമില്ല. ഇനിയൊരു പക്ഷേ പെണ്ണും ചെക്കനും തമ്മിൽ പിരിയേണ്ടി വന്നാലും ശരി, എന്റെ മോൾക്ക് അവനില്ലാണ്ട് വേറെ ആരെയും കല്യാണം കഴിക്കാന്ന് നീ ചെറിയൊരു തിരിക്ക് തീ കൊടുത്തിട്ട് വന്നാ മതി. നമ്മൾ എന്തിനാടാ കത്തിച്ചിടണ്ടേ? പരിക്കേറ്റത് എനിക്കല്ലേടാ. അതേട്ടാ, അടി കിട്ടിയനല്ലേ ഇതിനല്ലേ ഉത്തരം പറയേണ്ടത്. എന്നെ തീർക്കാൻ തീരുമാനിച്ചു.